ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചായക്കട പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണല്ലേ. അതായത് നമുക്ക് 4 മണിക്ക് ചായ കുടിക്കുന്ന സമയത്ത് ചായക്കടയിൽ നിന്നുള്ളൊരു പലഹാരം ഉണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിന്നൊരു ഉള്ളിവട ഉണ്ടാക്കി നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആം, അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. സവോളയുടെ അരിഞ്ഞെടുക്കുമ്പോൾ കട്ടി കൂടി പോകരുത്. അതുപോലെ തന്നെ ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലെടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. ആ ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ച് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം സവോളയുടെയൊക്കെ നീര് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് തന്നെ അത് തിരുമ്മിയെടുക്കണം. കൈ വെച്ച് തന്നെ കുഴയ്ക്കാൻ പറയുന്നതിൻ്റെ കാര്യം നമ്മൾ സ്പൂൺ വെച്ച് നമ്മൾ എത്ര മിക്സ് ചെയ്ത് കൊടുത്താലും സവോളയുടെയൊക്കെ ആ നീര് കറക്റ്റായിട്ടൊന്ന് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ച് തന്നെ നല്ലപോലെ തിരുമ്മിയെടുക്കുക സവോളയൊക്കെ. സവോളയൊക്കെ ഞാൻ നല്ലതുപോലെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഞാൻ സവോള തിരുമ്മിയെടുക്കുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് സവോളയിൽ നിന്ന് വന്നിരിക്കുന്ന നീര് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുഴച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം നോക്കി കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ നമുക്ക് മാവയ്ക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടുന്നതായിരിക്കും നല്ലത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ചൂടാനായിട്ട് വെക്കാം. പാൻ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാവ് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഷേപ്പ് ചെയ്യുന്നതിൽ അത്ര ഒരു വിദഗ്ധനല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഉള്ളിവടയുടെ ഷേപ്പാക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണ മീഡിയം ഫ്ലെയിമിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ. എണ്ണ ഒരു കാരണവശാലും കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിവടയുടെ പുറമെ മാത്രം വെന്തിട്ട് അകം ഒട്ടും വേവാതെ പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇടാവുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൈങ് പാന് ചെറുതായിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു 4 ഉള്ളിവടക്കുള്ള മാവ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ കൂട്ടിയിടരുത് ഒരു കാരണവശാലും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇടാവുള്ളൂ. ഇപ്പം മറുവശം നമുക്ക് ആ ഒരു കറക്റ്റ് വേവാവേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പതുക്കെ കോരിയെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കിനി കോരിയെടുക്കാം. ഞാൻ 4 ഉള്ളിവടയും എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് 2 സൈഡും ഒരേ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോരി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഐറ്റം ഉള്ളിവട ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചോട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ നമ്മുടെ ഉള്ളിവട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ആ 4 ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് വേവ് കേട്ടോ. നമ്മൾ തീ ഒട്ടും കൂട്ടിയിടരുത്. മീൻസ് ആ ഒരു മീഡിയം ലെവലിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ പുറമെ മാത്രം അകം ഒട്ടും വേവാതിരിക്കും. അപ്പം നമ്മൾ മീഡിയം ലെവലിൽ തന്നെ ഇതുകൊണ്ട് കറക്റ്റ് വേവാണത്. സൂപ്പർ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ പാചകം ചെയ്യുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.